സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. കോൺഗ്രസിന്റെ രണ്ട് പ്രതിനിധികളും എത്രത്തോളം അബദ്ധജടിലമായ അല്പത്തരമാണ് പറഞ്ഞത്. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. രണ്ടിൽ ഒരാളേ ഉള്ളൂ, പഴകുളം മധു. രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്പമെങ്കിലും വിവേകത്തോടെ സംസാരിക്കാൻ കഴിയണം. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. എൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണം. അല്ലല്ല, ആനന്ദ് കച്ചൂടി കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, പച്ച കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അദ്ദേഹം പച്ചയായ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അത് ഞാൻ നിങ്ങളെ അനുഭവിക്കുന്ന അങ്ങനെയാണ്, ഞാൻ അനുഭവിക്കുന്ന നിങ്ങൾ അങ്ങനെയാണ്. ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. അതെ, ഓരോ ചർച്ചയിലും നിങ്ങൾക്ക് ഓരോ വേഷമാണല്ലോ. അല്ലല്ല, ഓരോ ചർച്ചയിലും ഓരോ വേഷമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വേഷം എന്താണ്? ഞാൻ ആ വേഷത്തെ കുറിച്ചാണ് പറയണത്. അദ്ദേഹത്തിന്റെ വേഷം എന്താണ്? അദ്ദേഹത്തിന്റെ വേഷം CPM നയം ആനന്ദ് കൊച്ചുകൂടി പറയും, അനിൽകുമാർ പറയണ്ട. ഞാൻ എന്റെ പാർട്ടിയുടെ നയം പറഞ്ഞു. ആ പാർട്ടിയുടെ നയം അഭിമാനത്തോടെ പറയുകയാണ്. BJPക്കെതിരായ പോരാട്ടമാണ് എന്റെ പാർട്ടിയുടെ നയം. ആ നയം ഞാൻ പറയട്ടെ. നിങ്ങൾ സംസാരിക്കരുത്, എന്റെ ശബ്ദം ഞാൻ പറയട്ടെ. കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്റെ പാർട്ടിയുടെ നയം ഞാൻ പറയും. ആ നയം പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് ഞാൻ CPM വേഷത്തിൽ വന്നിട്ടുണ്ട് ശ്രീ അനിൽകുമാർ. ആ സൗജന്യം നിങ്ങളുടെ വേണ്ടല്ലോ. നിങ്ങളുടെ സൗജന്യം കൊണ്ടല്ലല്ലോ ഞങ്ങൾ ഈ നിലവാരത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു സൗജന്യം ആവശ്യപ്പെടുന്നില്ല. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? നിങ്ങളെ പോലുള്ള ആളുകള് അവസരവാദ വിദൂഷക വേഷം കെട്ടിക്കൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പച്ച കള്ളം പറയുകയാണ്. നിങ്ങൾ എത്ര കള്ളങ്ങൾ അവിടെ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി. ഒരു കാര്യം നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. CPMന്റെ ഏതെങ്കിലും നേതാവിന് നയമില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്ന നയമാണ്. ആ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്ന നയമാണ് ഞാൻ ഈ വേദി പറഞ്ഞത്. അത് പ്രകാരം ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് BJPയെ തോൽപ്പിക്കാൻ എല്ലാ തലത്തിലും മുന്നോട്ട് വരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതിന് സംസ്ഥാന തലത്തിൽ പരമാവധി വോട്ട് ശേഖരിക്കാൻ ശേഷിയുള്ളവർ തിരിച്ചു നിൽക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് BJPയെ തോൽപ്പിക്കാൻ ശേഷിയുണ്ട്. അവിടെ നിയമം തെരഞ്ഞെടുപ്പിൽ കണ്ട ഫലം എന്താണ്? ഒരു നാമമാത്രമായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയപ്പോൾ അവിടെ BJP ജയിച്ചു. കോൺഗ്രസും CPM കൂടെ ഏറ്റുമുട്ടിയ ഒരു സ്ഥലത്തും നാമമാത്രമായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയ നിയമത്തൊഴിയെ BJP ജയിച്ചില്ല. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ പാർട്ടിയില്, ഞങ്ങളുടെ മുന്നണിയിലെ ഓരോ പാർട്ടിക്കും അതിൻ്റെതായ വിലയുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിലെ മുന്നണിയിലെ ഒരു പാർട്ടിയുടെ വില തീരുമാനിക്കുന്നത് നിങ്ങളല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് 13 വർഷം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നുണ്ട്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം ശ്രീ ഗോപികൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നിരവധി വിദേശ യാത്രകൾ നടത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അദ്ദേഹം എപ്പോഴെങ്കിലും തന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കറങ്ങാനാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു വിദേശ യാത്ര നടത്തുന്നത് നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? അദ്ദേഹം RTI ഫയൽ ചെയ്ത് തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ എത്ര ദിവസം അദ്ദേഹം ലീവ് എടുത്തിട്ടുണ്ടെന്ന്. അദ്ദേഹം ഒരു ദിവസം പോലും തന്റെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തത് പോലും ഇന്ന് വരെ ഒരു RTIയിലും നമുക്ക് വെളിപ്പെട്ട് കണ്ടിട്ടില്ല. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും, എന്തായാലും സമ്മതിക്കണം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയുടെ യാത്ര അദ്ദേഹമായിട്ട് നീരവ് ചക്രവർത്തിയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്ന് കുറച്ച് നേരത്തെ ജിൻഡോ പറഞ്ഞു. ഗോപികൃഷ്ണൻ തന്നെ ചോദിച്ച ചോദ്യത്തിലുണ്ടായിരുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഇടതുപക്ഷം പറയുന്നത് മാത്രമല്ല, നമുക്കറിയാം. ഈ നാട് മുടിയും ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ 10, 60, 70 ദിവസത്തോളം സമരം ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുട്ടികളോട് ഇവര് പറഞ്ഞത് കേരളത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കും ജോലി തരാനും നിവൃത്തിയില്ല, നിങ്ങൾ കേന്ദ്രത്തിൽ പോയി 58,000 കോടി രൂപ വാങ്ങിയിട്ട് വരൂ എന്നൊക്കെയാണ്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നു.
തോന്നുന്നുണ്ടോ? പല CPM-ന്റെ നേതാക്കളും ഈ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നതായിട്ട് അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് 8 മാസമായിരുന്നു. അതുകൊണ്ട് 2 മാസത്തെ പെൻഷൻ എന്തോ കൊടുത്തു. ഇനി 6 മാസത്തെ കൊടുക്കാനുണ്ട്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? ഇത് കേരളത്തിന്റെ ഒരു ദുരിതകാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അവധിയെടുത്ത് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു മുഖ്യമന്ത്രി 19 ദിവസമൊക്കെയാണ് അവധി എടുത്തിട്ട് പോകുന്നത്. അത് 3 വിദേശ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ? ഈ 3 വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി അദ്ദേഹം അവിടെ ചെലവഴിക്കുമ്പോ എത്ര ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയാണ് ചെലവിൽ വരിക? മനസ്സിലാകുന്നില്ല. നമ്മൾ ഇക്കണോമി ക്ലാസ്സിൽ ഈ പോകുന്ന ആൾക്കാരുടെ ടിക്കറ്റിന്റെ ഫെയർ ഇട്ട് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ ഫെയർ ഇട്ട് നോക്കുമ്പോൾ തന്നെ 7 ലക്ഷം രൂപ വരുന്നത്. എനിക്കൊരു പ്രശ്നമല്ല. ഇതിനുള്ള വരുമാനം എവിടെയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉള്ളത്? എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ട്. ഒരു മുഖ്യമന്ത്രി മാത്രമല്ല പോകുന്നത്, മറ്റൊരു മന്ത്രിയും കൂടെയാണ് അവർ കൊണ്ടുപോകുന്നത്. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? സംസ്ഥാനത്തെ 2 മന്ത്രിമാര് 19 ദിവസം അവധിയൊക്കെ എടുത്ത് 3 വിദേശ രാജ്യങ്ങളിൽ ഉല്ലാസയാത്രയ്ക്ക് സുഖവാസത്തിന് പോവുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ചുറ്റിക്കളി അല്ലെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. ഇത് കേരളത്തിൽ കേട്ടുകേൾവിയുള്ള കാര്യമാണോ? അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ഇത് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കേട്ടുകേൾവി നമ്മുടെ ഈ രാജ്യത്ത് എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ശീലം ചുടല വരെ. നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് തന്നെ സൂര്യൻ ആണ്. ആര്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് സൂര്യനാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും 2 സൂര്യൻ ഇവിടെ കത്തി നിൽക്കുന്നതിന്റെ ചൂടായിരിക്കും കേരളത്തിൽ ഉഷ്ണതരംഗമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൂര്യൻ ഇപ്പൊ എന്തായാലും 19 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയതുകൊണ്ട് കേരളത്തിൽ കുറച്ച് ചൂട് കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.